അപ്പൊ ഇന്ന് നമ്മുടെ ദുബായ് വൈറൽ പിസ്താഷ്യോ കുനാഫ ചീസ് കേക്ക് കഴിക്കാൻ പോവാണ് കേട്ടോ. ഒരുപാട് നാളത്തെ എന്റെ കാത്തിരിപ്പാണ്. എല്ലാരും മറ്റേ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ട് വൈറലാക്കിയ, എല്ലാവരും ട്രൈ ചെയ്ത ആ കുനാഫ കേക്ക് ഈ നാട്ടിൽ അത് കിട്ടാനേ ഉണ്ടായിരുന്നില്ല. ആരും ഈ നാട്ടിൽ അത് ഉണ്ടാക്കുന്ന പോലും ഇല്ല കൈസ്. അയ്യോ, ഒരുപാട് സെർച്ച് ചെയ്തതിന് ശേഷം എന്റെ ചിക്കൂസാണ് കേട്ടോ എനിക്ക് കണ്ടുപിടിച്ച് തന്നത്. ഈ മാർച്ച് മുതലാണ് അതിവിടെ എഡ്മണ്ടനില്, വെസ്റ്റ് എഡ്മണ്ടൻ മാളില് ചോക്ക് ആൻഡ് ഡിപ്പ് എന്ന കടയിൽ സ്റ്റാർട്ട് ചെയ്തത്, എന്ന ബേക്കറി ഷോപ്പില്. അപ്പൊ നമ്മളത് അറിഞ്ഞ സ്ഥിതിക്ക് അത് പോയി മേടിച്ചില്ലെങ്കിൽ മോശമാവും. ഞാനാണെങ്കിൽ ഒരു വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അത് മേടിക്കാൻ. അപ്പൊ എല്ലാവർക്കും കുഞ്ഞൂസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എക്സൈറ്റ്മെന്റിന്റെ നിറകുടത്തിൽ നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെയും ആഗ്രഹത്തോടെയാണ് കേട്ടോ ഈ ഒരു കുനാഫ കേക്ക് കഴിക്കാൻ പോകുന്നത്. ഒരുപാട് നാളത്തെ എന്റെ കാത്തിരിപ്പാണിത്. ഇത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാനഡയില് എഡ്മണ്ടനില് ഒരുപാട് സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു കേട്ടോ. ഇത് എവിടെ കിട്ടും, അല്ലെങ്കിൽ ഇതിന്റെ നല്ലൊരു റെസിപ്പിയും കാര്യങ്ങളും. റെസിപ്പി പോയിട്ട് ഈ രാജ്യത്തെങ്ങും ഇങ്ങനെ ഒരു സംഭവം ആരും ഉണ്ടാക്കുന്നില്ല എന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും എന്റെ അനിയത്തി എന്റെ ആഗ്രഹം കണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് തേടി കണ്ടെത്തിയതാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഒരു മാർച്ചില് ഈ ഒരു സംഭവം. അവൾക്കിരിക്കട്ടെ ഇന്നത്തെ കുതിരപ്പവൻ. അപ്പൊ ഞങ്ങളിതാ വെസ്റ്റ് എഡ്മണ്ടൻ മാളിന്റെ അകത്ത് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഇത് ഈ ഒരു എൻട്രൻസിൽ കൂടെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുഞ്ഞിപ്പണ്ണിനും ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇതിലെ കൊണ്ടുവന്നതാണ് ഇവരെ. റോയിച്ചിനും റോങ്കുട്ടനും ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ആംബിയൻസിൽ കൂടെ വരുന്നത്. നല്ല രസമാണ്. എന്തായാലും നല്ല അടിപൊളി ആംബിയൻസിൽ കൂടെ പോയിട്ട് നമ്മൾ അടിപൊളി കുനാഫ കേക്ക് കഴിക്കാൻ പോവാം. വാ. അയ്യോ, അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതിപ്പോൾ മാർച്ചിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്കറിയില്ല, കുറച്ച് നിശ്ചിത കാലത്തേക്കായിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം ഉണ്ടോ ഇല്ലയോ എന്ന്. ഒരു കരാട്ടെ കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു ഇവർ. നല്ല അടിപൊളിയല്ലേ? ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊക്കെ കരാട്ടെ കോമ്പറ്റീഷൻ നേരിട്ട് കാണുന്നത്. ഇത് കരാട്ടെ തന്നെയാണോ? ആയിരിക്കും. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഒരാൾ മറ്റേ ആളെ മലക്കം മറക്കണോ, ദേ ഉടുപ്പയിലൊക്കെ പിടിച്ച് വലിക്കണോ. എൻ്റെ ദൈവമേ. കുനാഫ കേക്ക് കഴിക്കാൻ വന്നാൽ പക്ഷെ കുനാഫ കേക്കിനേക്കാളും വലിയൊരു സംഭവം ഇവിടെ കണ്ടതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അത് കണ്ടേക്കാൻ. ഓക്കെ, എന്തായാലും ഇത് കരാട്ടി കുറച്ചു നേരം കണ്ടിട്ടായിരുന്നു ഞങ്ങൾ പോവുള്ളൂ എന്നൊക്കെ. അടിപൊളിയല്ലേ? ഒരാളെ മറ്റേ ആളെ ഇട്ട് അങ്ങ് മറിച്ച് ഇടുക. അതെ ബെല്ലടിക്കണോ? ദേ ഒരുത്തനാണെങ്കിൽ അവിടെ കിടന്ന് കഷ്ടപ്പെടുക. അതെ, റോണുവിന് ഇത് പഠിക്കണോടാ. റോണു ആണോ അവർക്ക് പഠിക്കണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് ഔട്ടാണോ? അത് പുറത്തു പോയി. ദാറ്റ്സ് വൈ. എന്താ ഈ കാണിക്കണേന്ന് ആ പെണ്ണുമ്പളെ ചോദിക്കണോ. ആക്ച്വലി ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഇത് കരാട്ടെ ക്ലാസ് അല്ല കേട്ടോ. ഇത് ക്ലാസ്സും പോട്ടെ, കോമ്പറ്റീഷൻ അല്ല. ഇത് ജൂഡോ ചാമ്പ്യൻഷിപ്പിൻ്റെ കോമ്പറ്റീഷനാണ്. എഡ്മണ്ടൻ ഇൻ്റർനാഷണൽ ജൂഡോ ചാമ്പ്യൻഷിപ്പ് എന്ന് അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചത് ഇപ്പോഴാണ് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. സഹൃദയം ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു സംഭവം നമ്മൾ നേരിട്ട് കണ്ടു. അതിൻ്റെ സന്തോഷത്തിലാണ്. ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ കരാട്ടയിൽ. ഒരാളെ മറിച്ചിടുന്നു. അത് തന്നെയല്ലേ എല്ലാത്തിലും ഉള്ളത്. ഓക്കെ, എനിവേസ് നമുക്ക് വന്ന കാര്യം മറക്കാതെ നേരെ നമ്മുടെ സംഭവം കണ്ടുപിടിച്ചൊക്കെ കഴിക്കാൻ പോവാം. അപ്പോൾ ഞങ്ങൾ പിള്ളേർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ടിമോട്ടൻസിൽ നിന്ന് ഒരു ഡോണറ്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആയിറൂട്ടിക്ക് ഷുഗർ ഡോണറ്റ് അല്ല, ചോക്ലേറ്റ് ഡിപ്പും റോങ്കുട്ടിന് ഹണി ഡിപ്പും. എന്തായാലും പിള്ളേർ ഇനിയിപ്പം മിണ്ടാതിരുന്നോളും. റോയിച്ചിന് വിശക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കോഫിയും ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് മാത്രം ഞാൻ കുനാഫ കേക്ക് കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗില്ല. അതുകൊണ്ട് വി വിൽ ഗോ ദെയർ
ഇനിയിപ്പോൾ അതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അങ്ങനെ ഫൈനലി നമ്മൾ ചോക്കോൺ ഡിപ്പിലേക്ക് എത്തിയിരിക്കുന്നു. എന്തോ കിടക്കുന്നു സംഭവം ബഹുലമായ ചോക്കോൺ ഡിപ്പ് ഇവിടെ. ആ വലിയ തിരക്കൊന്നുമില്ല ഇന്ന്. എല്ലാവരും മറ്റേ ഗെയിം കാണാനൊക്കെ പോയിരിക്കാൻ തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഓടിപ്പോയിട്ട് അത് ഓർഡർ ചെയ്ത് മേടിക്കാം. ഉണ്ടായാൽ മതിയായിരുന്നു എൻ്റെ ദൈവമേ. ഇല്ലെങ്കിൽ മൂഞ്ചി പോകുമ്പോൾ എനിക്ക് വയ്യ. എന്തോ കാണുന്നു വൈറൽ പിസ്താഷ്യോ കുനാഫ കേക്ക്. ഈ ഒരു വൈറൽ പിസ്താഷ്യോ കുനാഫ ചീസ് കേക്കും വൈറൽ പാൻ കേക്ക് ദുബായ് പിസ്താഷ്യോ കുനാഫയും രണ്ടും മന്ത്ലി ഫ്ലേവറാണ്. ഈ ഒരു മാസത്തേക്ക് മാത്രമേ ഉള്ളൂ. സോ ആർക്കെങ്കിലും എഡ്മണ്ടനിലുള്ളവർക്ക് ഇത് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ മാർച്ചിൽ തന്നെ വന്ന് കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കിട്ടില്ല. ഹായ് ഫോർ ദി വൈറൽ പിസ്താഷ്യോ കുനാഫ ചീസ് കേക്ക്. ഗയ്സ് കിട്ടി. കിട്ടിപ്പോയി. കഴിച്ചോളാണ്ട് വയ്യ. കഴിക്കാം. അങ്ങനെ നമ്മൾ കുനാഫ കേക്ക് കഴിക്കാൻ പോവാണ് കേട്ടോ. എന്റെ ചിക്കൂനെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. കാര്യം അവളാണ് എനിക്കിത് പറഞ്ഞു തന്നത്. പക്ഷേ സംഭവം അടിപൊളി. So good. ഇത് ഓർമ്മ മേടിച്ചാൽ കേട്ടോ. പപ്പേനെ കാണിച്ചു. ഹലോ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യടാ. ആ എന്നാ വേണ്ട, ടേസ്റ്റ് ചെയ്യണ്ട കേട്ടോ. ഞങ്ങൾ കഴിച്ചോളാം. അമ്മയും പപ്പയും കഴിച്ചോളാം. ഹലോ ആയിരു റോണോ. ഇതായിരുമാ. ഓ നേരത്തെ നമ്മൾ എപ്പോഴൊക്കെ വെസ്റ്റ് എഡ്മണ്ടൻ മാളിൽ വന്നാലും കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്ലേ ടൈം നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഞങ്ങൾ പൈസയൊക്കെ കൊടുത്തിട്ട് എല്ലാ തവണയും കുട്ടികൾക്ക് ഇങ്ങനെ പ്ലേ ടൈം കൊടുക്കുകയാണെന്ന്? ഒരിക്കലുമല്ല. 10 പൈസ മുടക്കില്ലാതെയുള്ള കളികളാണിതൊക്കെ. കാര്യം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യും, നല്ല ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും. പക്ഷെ അതൊന്നും നമ്മുടെ കുട്ടികൾക്ക് വേണ്ട. കാരണം നമ്മുടെ കുട്ടികൾ ബിഗ് കിഡ്സായി. കുഞ്ഞു കുട്ടികൾക്കുള്ളതാണ് ആ പരിപാടികളൊക്കെ അല്ലേ. അപ്പം നമ്മുടെ കുട്ടികൾ വെറുതെ അടിച്ചും തുഴഞ്ഞും ഒച്ച വെച്ചും ഒക്കെ അവർ സ്വന്തമായിട്ട് കളിക്കുന്നതാണ് അവർക്കിഷ്ടം, നമുക്കും ഇഷ്ടം. നമ്മുടെ പോക്കറ്റിൽ വേണ്ട പൈസ കിടന്നോളൂല്ലോ. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു അവർ ആരെയൊക്കെയോ വെടിവെച്ച് കൊല്ലുകയാണെന്ന്. ഒന്നുമല്ല, വെറുതെ അത് അനക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ ആ ഒരു സന്തോഷം അവർ ആസ്വദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ് നമ്മുടെ കുനാഫയുടെ സ്പെഷ്യൽ വ്ളോഗായിരുന്നു. ഞാൻ ഒന്നുകൂടി പറയുവാണ് കേട്ടോ, മാർച്ചിൽ മാത്രം ഉള്ളതാണ് ഈ ഒരു സ്പെഷ്യൽ കുനാഫ കേക്ക്. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ ഉള്ളവർ, എഡ്മണ്ടനിലുള്ളവർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് എങ്കിൽ ഒട്ടും വൈകാതെ വന്ന് മേടിക്കുക, കഴിക്കുക. എനിക്ക് തോന്നുന്നു ചീസ് കേക്ക് കുറച്ച് അധികം ലെയർ വെച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇച്ചിരി മധുരം കൂടുതലുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മധുരം അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട്. പക്ഷേ ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. വേറെ എങ്ങും കഴിക്കാത്തത് കൊണ്ടും ദുബായിൽ ശരിക്കും ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടും നമുക്കറിയില്ല കേട്ടോ. ഇപ്പോൾ കിട്ടിയതിൽ നമ്മൾ സന്തോഷമാണ്. അപ്പോൾ എനിവേസ് ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ. ഇച്ചാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നോ ഞാൻ ഓടുന്നത്? ഏത് അറ്റം വരെ പോകുമെന്ന് എനിക്കറിയാം.